ഇനി നമ്മൾ പോകുന്നത് ആകാശയാത്രയിലെ ആശങ്കയിലേക്കാണ്. തുടർച്ചയായ 6ാം ദിനവും യാത്രക്കാരെ വലച്ച ഇൻഡിഗോ ഇന്നും രാജ്യവ്യാപകമായി വിമാനങ്ങൾ വൈകുകയാണ്. 1000-ഓളം സർവീസുകൾ മുടങ്ങുമെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട 5 വിമാനങ്ങൾ റദ്ദാക്കി. അന്വേഷണത്തിനായി വ്യോമയാന മന്ത്രാലയം 4-അംഗ സമിതിയെ നിയോഗിച്ചു. ആഭ്യന്തര വിമാനയാത്രയുടെ ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുകയാണ്. ട്രെയിനുകളിൽ അധിക കോച്ചുകൾ അനുവദിച്ച് പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി PR സുനിൽ, ഗോപാൽ ശിലാസനൽ, ഷാബാസ് അഹമ്മദ് എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് PR സുനിൽ. ഇൻഡിഗോ ആശങ്ക പരിഹരിക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം പറയുന്നുണ്ട്. DGCA അടക്കം ഇടപെടലുകൾ നടത്തുന്നത് നമ്മൾ കണ്ടു. പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയോ? സുജിയ, ഇപ്പോഴും ഈ വ്യോമയാത്ര പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഏതാണ്ട് 1000-ഓളം വിമാനങ്ങൾ റദ്ദാക്കും എന്നാണ് ഇൻഡിഗോ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇന്നും വിമാനയാത്രയെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മാത്രം ആഭ്യന്തര വിമാന സർവീസുകളിൽ അറൈവൽ വിമാനങ്ങളിൽ 11 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട 11 വിമാനങ്ങൾ റദ്ദാക്കി എന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര വിമാന സർവീസ് ആണെങ്കിൽ രണ്ട് വിമാന സർവീസുകൾ വീതം തിരുവനന്തപുരത്ത് എത്തേണ്ടതും തിരുവനന്തപുരത്ത് നിന്ന് പോകേണ്ടതുമായ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധി തുടരുന്നപ്പോൾ 1000 വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കും, വിമാന സർവീസുകൾ ഇന്ന് റദ്ദാക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും വലിയ പ്രതിസന്ധി തന്നെ ഇന്നും തുടരും എന്നർത്ഥം. ഇന്ന് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ 4ാമത്തെ ദിവസവും രാജ്യത്താകെയുള്ള വിമാന സർവീസുകൾ വലിയ പ്രതിസന്ധി നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും പൈലറ്റുമാരുടെയും ക്രൂ മെമ്പേഴ്സിന്റെയും ഒക്കെ തന്നെ ജോലി സമയത്തിൽ DGCA വരുത്തിയ മാറ്റമാണ് ഈ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഇന്നലെ ആ ഉത്തരവ് പിൻവലിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് പിൻവലിച്ചതിന്റെ ഭാഗമായി ഈ ഒരു സിസ്റ്റത്തിലൊക്കെ തന്നെ അത് മാറ്റം വരുത്തേണ്ട ഒരു സമയമുണ്ട്. അത് മാറ്റം വരുത്തുന്ന ഒരു സമയക്രമത്തിലെ കാലതാമസം അടക്കമാണ് ഈ ഒരു പ്രതിസന്ധി തുടരാൻ കാരണം. ഏതായാലും ഇന്നലെ ഇൻഡിഗോ CEO അടക്കം വ്യക്തമാക്കിയത് ഈ പ്രതിസന്ധി ഉടൻ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്നത് സാധാരണ നിലയിലേക്ക് സാഹചര്യങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും വിമാന സർവീസുകൾ ഇന്നും വൈകാൻ തന്നെയാണ് സാധ്യത. ഒരുപാട് വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യുന്നതിനൊപ്പം തന്നെ വിമാന സർവീസുകൾ വൈകുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് കൊച്ചിയിലേക്ക് നോക്കിയാൽ ഒരു വിമാനം പോലും ഇപ്പോൾ അവൈലബിൾ അല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് ടിക്കറ്റ് നിരക്കുകളിലെ വർധനയാണ്. ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുകയാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകണമെങ്കിൽ ഇന്ന് 68,000 രൂപയാണ് ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇന്ന് വിമാന സർവീസ് ഇല്ല. നാളെ ഏതെങ്കിലും വിമാന ടിക്കറ്റ് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ 40,000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ വിമാന സർവീസ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ളൊരു പ്രതിസന്ധി തുടരുന്നതിനിടയിൽ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു നീക്കവും വിമാന കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും DGCA ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായത് എന്നത്. അപ്പോൾ അതിനായൊരു സമിതിയൊക്കെ തന്നെ DGCA രൂപീകരിച്ചിട്ടുണ്ട്. വിമാന സർവീസ് താറുമാറായ സാഹചര്യത്തിൽ ട്രെയിൻ സർവീസുകൾ ഇപ്പോൾ കൂടുതലായി അനുവദിച്ച് റെയിൽവേ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്നും നാളെയും പ്രധാന നഗരങ്ങളിലേക്ക് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. സുജിയ, ഓക്കെ, താങ്ക് യു. PR സുനിലാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഗുഡ് മോർണിംഗ് ഗോപാൽ ശിലാസനൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിക്കൊക്കെ പോകാൻ വലിയ ടിക്കറ്റ് നിരക്കാണ് എന്നൊക്കെ ഇന്നലെ ബുക്ക് ചെയ്യാൻ നോക്കിയ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു. മറ്റ് വിമാന കമ്പനികൾ പ്രത്യേകിച്ചും എയർ ഇന്ത്യയൊക്കെ ഈ അവസരം മുതലാക്കുകയാണോ? തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളെയൊക്കെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? അവിടെ നിന്ന് ഇൻഡിഗോ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരുപാട് യാത്രക്കാരുള്ളതല്ലേ? അതെ സുജിയ, ഇത്തരത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഇന്ന് ഇൻഡിഗോ പ്രതിസന്ധി മൂലം മൊത്തത്തിൽ 5 സർവീസുകളാണ് രാവിലെ മാത്രം റദ്ദാക്കിയിരിക്കുന്നത്. 6:05 പുറപ്പെടേണ്ട തിരുവനന്തപുരം ഡൽഹി വിമാനം, 6:35 പുറപ്പെടേണ്ട തിരുവനന്തപുരം ചെന്നൈ വിമാനം, 7:35 പുറപ്പെടേണ്ട തിരുവനന്തപുരം ഹൈദരാബാദ് വിമാനം, 9:50 പുറപ്പെടേണ്ട തിരുവനന്തപുരം മുംബൈ വിമാനം, 11:55 പുറപ്പെടേണ്ട തിരുവനന്തപുരം ബംഗളൂരു വിമാനമാണ്. ഇത്തരത്തിൽ ഈ 5 വിമാനങ്ങളാണ് നിലവിൽ റദ്ദാക്കപ്പെട്ടതായിട്ടുള്ളത്. 1 മണിക്ക് പുറപ്പെടേണ്ട ഷാർജ വിമാനം ഇപ്പോഴും വൈകി പോവുകയാണ്. അതിൻ്റെ ഒരു കാര്യത്തിലുള്ള വ്യക്തതയൊന്നും വന്നിട്ടില്ല എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. മൊത്തത്തിൽ 26 സർവീസുകളാണ് ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ 26 സർവീസുകളിൽ 11 ഡൊമസ്റ്റിക് അറൈവലും 11 ഡിപ്പർച്ചർ ഡൊമസ്റ്റിക്കിൽ നിന്ന് പുറപ്പെടുന്നതുമാണ്. അതുപോലെ തന്നെ 4 ഇന്റർനാഷണൽ സർവീസുകളും ഇതിൽ പുറപ്പെടുന്നുണ്ട്. ഇപ്പോൾ 23ഓളം വരുന്ന മുതിർന്ന പൗരന്മാരായിട്ടുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള കുറച്ച് യാത്രക്കാർ ഇവിടെ ഉണ്ട്. Good morning, sir. Where are you guys going? Mumbai. 9:55 flight. Right. 9:15 flight. 9:50 flight. How many passengers are here? Pardon? How many passengers are here in your team? 25.
Are you facing any issue here? Too much. I am very much in trouble. They are not entertaining us. They are just cancelled. I have come from Punjab. Is there an intimation from the Indigo? There is an intimation says the refund will be processed in 3 days. Go to hell. The home, no? We are not concerned about the refund. Still, they are doing fresh booking. They are doing fresh booking at much higher prices. Rescheduled journey details, anything? And they have not. They have not asked us to get the rescheduled. And if you have to get the rescheduled, then it will be in January 26th. We are all senior citizens, 65 and above. Only 23 passengers. 23 passengers. Yeah. You guys communicate to the authority? They are charging higher price. Now, why should we pay higher price? 40,000 they are telling. Mumbai. Yeah. We are not concerned. They people are concerned. They have to provide us the services. നേരത്തെ 40,000 50,000 രൂപയൊക്കെയാണ് ഇപ്പോൾ ഇവർക്കിവിടെ യാത്രയ്ക്ക് വേണ്ടി മറ്റ് വിമാനങ്ങളിൽ ചോദിക്കുന്നത്. മുംബൈയിലേക്ക് മാത്രം അത് വരുന്ന മണിക്കൂറുകളിൽ കൂടാനും സാധ്യതയുണ്ട്. ഗുഡ് മോർണിംഗ് മാം. Hello, why don't you connect us with some MLAs or the higher authorities? Because this chaos is not good enough for senior citizens. All they are on medications, and now all the uncertainty is there. How we can sit and stand on the airport door? You should do only not making news. You should do something favorable for us. Is there any intimation from the authority or Indigo flight company? No. They haven't given us mail. They haven't sent us any messages. Nothing. Only on reaching our airport, they show the cancellation. When we saw the Google, we searched for the status that was showing scheduled right time. Only we see the cancellation board after reaching to the airport. What about the journey? Is there any rescheduling or refunding details? No, that we don't know because our group is there and we have booked the ticket in group. Na? So the tourist company is Vina World. So they are not directly talking with us. Okay, totally 23 passengers, senior citizen. Yeah, 23 passengers. But from Mumbai airport, they are going to depart to some other places also, not only up to Mumbai. They are coming from many different places, and then after reaching Mumbai, they will go to their own native places. So that also takes 4, 5, 6 hours journey afterwards. So all insecurity and all insurity is there because the works they were scheduled for the next day even. Sir, what's the next plan, sir? So, I would request to airport authorities make our arrangement for some another airplanes. This is my humble request to the airport authorities. Thanks. Is it a tourist visit or anything else? This was the tour purpose we came, but all we are the senior citizens now. And see, we have got another works we were planned after the end of the tour now. So that is going to be harmed now. Very important works they were there. Somebody's wedding and somebody's meetings are there. Office works are also there. Business works are also there. So this Indigo, if they are facing such things, they are doing all these things, but they should be diverting they should be refunding to our company, informing us before sufficient time before, and they should have refunded, and our tour managers may have the ability to book our tickets with other air facilities. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഈ കാണുന്നവരെല്ലാം തന്നെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള കേരളത്തിൽ സന്ദർശനത്തിന്, അതായത് വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി എത്തിയ മുതിർന്ന പൗരന്മാരാണ്. അവരിൽ പലതും വലിയ ആരോഗ്യ പ്രശ്നം നേരിടുന്നവരാണ്. ഇവർ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു എന്നതാണ് നമ്മൾ അല്പനേരം മുൻപ് ഇത് അധികൃതർ കാണേണ്ട കാഴ്ചയാണ്, പരിഹരിക്കേണ്ടതാണ്. അവർക്ക് ആവശ്യമായ റിഫ്രഷ്മെന്റ് എങ്കിലും ഏർപ്പാടാക്കി കൊടുക്കാൻ എയർലൈൻ അധികൃതർ തയ്യാറാകേണ്ടതാണ്. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്ക് 9:50 പുറപ്പെടേണ്ട വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ ആളുകളാണ്. അവരാണ് അവിടെ ഇപ്പോൾ ബുദ്ധിമുട്ടിയിരിക്കുന്നത്. നമുക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വന്നാൽ ഷാബാസ് അഹമ്മദ്, ഗുഡ് മോർണിംഗ്. നെടുമ്പാശ്ശേരിയിൽ ഇന്നലെ ശബരിമലയിലേക്ക് വന്ന ഭക്തരടക്കമുള്ള വലിയ സംഘങ്ങളെയാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ സാഹചര്യം എന്താണ്?
സുജിയ, ഇന്നും സമാന സാഹചര്യത്തിലേക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം പോകുന്നത്. ഇന്ന് രാവിലെ പുറപ്പെടേണ്ട 2 സർവീസുകളാണ് ഇപ്പോൾ നിലവിൽ മുടങ്ങിയതായി അറിയുന്നത്. അബുദാബിയിലേക്കുള്ള വിമാനവും ഒപ്പം ബാംഗ്ലൂരിലേക്കുള്ള വിമാനവുമാണ് ഇന്ന് രാവിലെ മുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ ഭൂരിഭാഗം ഇൻഡിഗോ സർവീസുകളും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തിയിട്ടില്ല. നടത്തിയവയാകട്ടെ 11 മണിക്കൂറോളം വൈകിയുമായിരുന്നു. ഇത്തരത്തിൽ ഇന്നും സമാന സാഹചര്യത്തിലേക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം പോകുന്നത്. സർവീസുകളൊന്നും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഭൂരിഭാഗം സർവീസുകളും ഇന്നും മുടങ്ങിയേക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഇന്നലെ യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കടന്നിരുന്നു. നിരവധി ശബരിമല തീർത്ഥാടകരടക്കം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം കൊച്ചിയിലേക്ക് വരേണ്ട പലരും പല ഭാഗത്തായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒപ്പം ഈ നാഷണൽ ഗെയിംസിന് പങ്കെടുക്കേണ്ട 2 വിദ്യാർത്ഥികളടക്കം ഇന്നലെ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ടതാണ്. ഇന്നും എയർപോർട്ടിൽ സമാന സ്ഥിതിയാണ്. പക്ഷേ ഇന്നലത്തേതിന് വ്യത്യസ്തമായി എയർപോർട്ടിൽ കുറച്ചുകൂടി സൗകര്യങ്ങൾ വിമാനത്താവള അധികൃതർ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇൻഡിഗോ കൗണ്ടറിന് അടുത്തായിക്കൊണ്ട് കസേരകളും മറ്റും കൂടുതൽ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ യാത്രക്കാരുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്നലെ മുടങ്ങിയ വിമാനങ്ങൾ എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ യാത്രക്കാർക്ക് നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ഈ യാത്രക്കാരൊക്കെ ഈ വിമാനത്താവളത്തിന് ചുറ്റുഭാഗത്തായി ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. പലരും ഈ ബോർഡിംഗ് അടക്കം കഴിഞ്ഞ് അകത്തേക്ക് കയറിയതിനു ശേഷമാണ് വിമാനം മുടങ്ങിയ കാര്യം അറിയുന്നത്. അത്തരത്തിൽ നിരവധി പേർ ഇന്നും ഈ ഇൻഡിഗോ കൗണ്ടറിന് ചുറ്റുഭാഗത്തായി ഇപ്പോഴും കൂടിയിരിക്കുന്നു എന്നതാണ് അറിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഇന്നും പോകാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനമായി ടിക്കറ്റ് നിരക്ക് മറ്റേതെങ്കിലും എയർലൈനിൽ എടുക്കാമെന്ന് കരുതിയാൽ അവിടെയാണെന്നുണ്ടെങ്കിൽ നാട്ടിലില്ലാത്ത നിരക്കാണ്. ഇങ്ങനെയൊക്കെ ആളുകളെ ചൂഷണം ചെയ്യാമോ എന്ന ചോദ്യമാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്.